ഓരോ ചെറിയ പാപം ചെയ്യുമ്പോഴും നഷ്ടപ്പെടുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന്റെ അങ്ങേ ഇരട്ടി കൃപകളാണ്. എനിക്കൊന്ന് കൊച്ചുത്രേസ്യാണെന്ന് ഒന്ന് പറഞ്ഞത്, നരകത്തിൽ കിടക്കുന്ന മുഴുവൻ പിശാചുക്കളും നമുക്ക് ചെയ്യുന്നതിനേക്കാളും ദ്രോഹം ഒരു പാപം നമുക്ക് ചെയ്യുമെന്ന്. ഞാൻ എന്താ പറഞ്ഞേ? നരകത്തിൽ കിടക്കുന്ന മുഴുവൻ പിശാചുക്കളും നമ്മുടെ ആത്മാവിനുണ്ടാക്കുന്ന നഷ്ടത്തെക്കാളും വലുതാണെന്ന് ഒരു പാപം നമ്മുടെ ആത്മാവിനുണ്ടാക്കുന്ന നഷ്ടം. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? പാപം ചെയ്യാൻ പാടില്ല. വേറൊരു ആംഗിളിൽ നമുക്കിതിനെ കാണാൻ പറ്റേണ്ടത് ഇങ്ങനെയാണ്. അതായത് ഓരോ പാപം ചെയ്യുമ്പോഴും ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ കുറിച്ച് വേദന തോന്നുന്നത് നമ്മൾ പാപം ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അനുദപിക്കുന്ന പാപിയെ കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാവുന്നു. നമ്മളൊരു പാപത്തിലേക്ക് പോകുമ്പോൾ കർത്താവിന് അതൊട്ടും സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്തോരം വലിയ ഭയങ്കര ഫ്രണ്ടിൽ നിന്നു, ആരാധിച്ചു, തല ഇറങ്ങി വീണു, ബോധം കെട്ടു, ഇതൊന്നും കർത്താവിന് സന്തോഷം തരുന്ന കാര്യമല്ല. കർത്താവിന് സന്തോഷം തരുന്നത് വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. കൺവെൻഷൻ നടത്തി, ധ്യാനം നടത്തി, ബൈബിള് പഠിപ്പിച്ചു, അതിനൊക്കെ പിണ്ണാക്കിന്റെ വിലയുള്ളൂ. ദൈവം സന്തോഷിക്കുന്ന എന്തിനാ? പാപം ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പാപം ചെയ്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി, ഒരു മനുഷ്യനെ ദൈവം മഹത്വമുള്ളവനായിട്ട് കാണുന്നത് അവൻ പാപത്തിനു വേണ്ടി വില കൊടുക്കുമ്പോഴാണ്, പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി.